അപ്പൊ ഇത് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. അത് തോർത്ത് വെക്കുക. എന്റെ മലയാളികൾ അതൊക്കെ കേൾക്കുക. അത് കുഴപ്പമില്ല, തോർത്ത്. ഓക്കെ, ഒരുമിച്ച് 5 വർഷം പഠിച്ചതാണ്. അതിന്റെ ഒരു മസ്റ്റ് ഹാവ്. വേണ്ട, ഇംഗ്ലീഷൊന്നും വേണ്ട. ഹലോ. ഇപ്പൊ എനിക്കിങ്ങനെ ഫാൻസി ആയിട്ടുള്ള വെൽക്കം ഒന്നും പറയാൻ അറിയില്ല. അതുകൊണ്ട് ഇപ്പൊ തുടക്കത്തില് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പം എൻ്റെ പേര് അനീഷ. എൻ്റെ പേര് ആര്യ. അതെ, എൻ്റെ ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് 5 വർഷം പഠിച്ചതാണ്. എന്താ പറയാ, ഇവളെ എന്നെക്കാട്ടും പ്രായം കുറവാണെങ്കിലും ഇവളാണ് മൂത്തത് വെറുതെ പറയുന്നത്. അതെ. ഓക്കെ, അപ്പൊ ഇത് എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ ഒരു ലോങ് വീഡിയോ ആണ്. എന്ത് വീഡിയോ എടുക്കും, എന്ത് കണ്ടന്റ് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കണ്ടന്റ് ഓർമ്മയിൽ വന്നതാണ്. ഒന്നുമില്ല, നമ്മൾ നാളെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. പ്രാണ ഇന്റർനാഷണൽ ഡാൻസ് ഫെസ്റ്റിവൽ. കണ്ണൂരാണ്, തലശ്ശേരിയിൽ വെച്ചിട്ട് ജഗന്നാഥ ടെമ്പിളിൽ വെച്ചാണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ബാനർ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, ഞാൻ ഡാൻസ് ആണ് അതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഡാൻസുമായിട്ടുള്ള കണ്ടന്റ്സ് ഇടാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റുമായിട്ടാണ് ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡാൻസേഴ്സ് ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം? അതെ, അതിൻ്റെ ഒരു മസ്റ്റ് ഹാവ്. വേണ്ട, ഇംഗ്ലീഷൊന്നും വേണ്ട. അതെ, ഒരു ഡാൻസർ എന്തൊക്കെ കൊണ്ടുപോകണം? ഒരു ട്രാവൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോ എന്തൊക്കെ വേണം. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, നമുക്ക് തന്നെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. മറവി എന്നുള്ളൊരു വലിയൊരു എക്സ്പീരിയൻസുകൾ ഉണ്ട്, കുറെ ഉണ്ട്. എക്സ്പീരിയൻസ് പറയാൻ താല്പര്യമുണ്ടോ ചോദിച്ചാ അതെ. ഓക്കെ, ആദ്യത്തെ ഒരെണ്ണം എന്നുള്ളത് നമ്മള് കോസ്റ്റ്യൂമൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് പരിപാടി ട്രിവാൻഡ്രത്ത് വെച്ചിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ. ആകെ കേരളത്തിൽ 4 മ്യൂസിക് കോളേജ് ഉള്ള ആർട്സ് കോളേജ്. ഞങ്ങളെ കോളേജുണ്ട്, RLVയിലാണ് ഞങ്ങൾ പഠിച്ചത്. തൃപ്പൂണിത്തുറ RLV കോളേജ്, ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹായ് ബായ് ഒക്കെ പറഞ്ഞ ഒരു 1.5-2 മാസത്തോളമുള്ള പ്രാക്ടീസിന് ശേഷം എല്ലാവരും പോവാണ്. കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോവാണ്. ഞങ്ങൾ കോളേജൊക്കെ വിട്ട് എല്ലാവരും ഡാൻസും പാട്ടും വണ്ടിയിലൊക്കെ കയറി ഭയങ്കര ആഘോഷിച്ച് തിരുവനന്തപുരമാണ്. കൊല്ലം അങ്ങടെ എത്തി, തിരുവനന്തപുരം എത്താറായപ്പോഴല്ലേ ആ സമയത്താണ് ഞങ്ങള് കോസ്റ്റ്യൂം എടുത്താ. അതെ, ആർക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല, ഒന്നും അറിയില്ല. ഞങ്ങളാണെ ട്രിവാൻഡ്രം എത്താറായി. ഭയങ്കര ചീത്ത കേട്ടോന്ന് ചോദിച്ചാ കളിയാക്കലുകളായിരുന്നു. എന്തായിരുന്നു അവരുടെ ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എന്തോ ഒരു ദൈവം വരണമാര് ഞങ്ങളുടെ കഥകളി സാറുമാര് കാറിൽ വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് ഇറങ്ങിണ്ടായിരുന്നില്ല. കഥകളി സാറുമാരായിരുന്നില്ല, നമ്മളുടെ ലൈവ് പാടിയ ഓർക്കസ്ട്ര ടീം കാറിൽ വരുന്നുണ്ടായിരുന്നു. അവര് ഇറങ്ങിണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് രക്ഷപ്പെട്ടു. അതെ, പെർഫോമൻസ് ചെയ്തു. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ ശരിക്കും. ആരും വരാനില്ലെങ്കിൽ കേട്ടോ, കാരണം ഓൾ കോളേജ് തന്നെ എല്ലാവരും ട്രിവാൻഡ്രത്ത് എത്തിണ്ടായിരുന്നു. ഈ സാറുമാരുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. കോസ്റ്റ്യൂം എത്തി. പക്ഷെ കോസ്റ്റ്യൂം എത്തിയതിനു ശേഷം എല്ലാവരുടെ വക നല്ല കളിയാക്കലുകളും ചീത്ത പിന്നെ അധികം പറയാൻ നിന്നില്ല. കാരണം നമ്മൾ പിറ്റേ ദിവസം പെർഫോം ചെയ്യുന്നത് കൊണ്ട് അധികം പറഞ്ഞില്ല. അതുകൊണ്ടൊരു സമാധാനം. അതെ, അങ്ങനെ മറവികൾ വരുന്നതാണ്. എല്ലാരും കോമൺ ആയിട്ടുണ്ടാവും. ഞങ്ങളൊരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, റോസമ്മ. അതെ, യൂട്യൂബിൽ അതുപോലെ ചാനൽ ഉണ്ട്, ചിന്നൂസ് ഡയറീസ്. അതെ, റോസമ്മയ്ക്ക് നല്ല മറവിയാ. ഞങ്ങൾക്കും കുഞ്ഞു കാര്യങ്ങളാണ് ഞങ്ങൾ മറക്കുന്നത്. അവള് വലിയ കാര്യങ്ങളാണ്. ചിലപ്പോ വളയെടുക്കില്ല, റോസമ്മ ഡ്രസ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇതാണ്, നമ്മള് ഡാൻസേഴ്സ് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള വീഡിയോ. അപ്പോ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് മേക്കപ്പ് ഓൺ ചെയ്യുന്നവർക്ക് അതിന്റെ പ്രൊഡക്ട്സ് അത് കൊണ്ടുപോവാം. അതെ, നമ്മള് മേക്കപ്പ് ഓൾറെഡി അവിടെ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മള് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് വലിയൊരു പെട്ടി തന്നെ വേണം. ഇപ്പൊ എന്റെ ഓൾറെഡി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഡാൻസ് ഇഷ്ടത്തിന്റെ വീട്ടിലാണ്, മുത്തുച്ചേട്ടന്റെ വീട്ടിലാണ്. അപ്പോൾ
ഇപ്പോൾ ഡാൻസ് സിസ്റ്റത്തിന്റെ പാക്കിംഗ് ആണ് നടക്കുന്നത്. ആര്യ അരവിന്ദ് ഡാൻസ് സിസ്റ്റം ഇൻസ്റ്റാഗ്രാം ഐ ഡി കേട്ടോ. പാക്കിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു വലിയ ട്രോളി എടുത്ത് വെക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം വെക്കുന്നത് എന്താണ് വെക്കുന്നത്? നമ്മൾ യൂപിൻ, സ്ലൈഡുകൾ, ബ്ലാക്ക് ചരട്, നമ്മുടെ മുടിയൊക്കെ കെട്ടാനും എല്ലാത്തിനും നല്ലതാണ്. ബ്ലാക്ക് ചരട് 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. കോട്ടന്റെ നല്ലതാണ്, കട്ടിയുള്ളതും കട്ടി കുറഞ്ഞതും വേണം. പിന്നെ യെല്ലോ ചരട് നമ്മുടെ ഓർണമെന്റ്സിനൊക്കെ അരപ്പട്ടയ്ക്കൊക്കെ നല്ലതാ. പിന്നെ വൈറ്റ് ചരട് വന്നിട്ട് കോസ്റ്റ്യൂം ഏറ്റവും അത്യാവശ്യം വേണ്ടത് കത്രിക കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ എപ്പോഴും ഗുസ്തി. കത്രിക കണ്ടോ എല്ലാ പരിപാടിക്കും ചോദിക്കൂല്ലേ. കത്രിക ബ്ലേഡ് അങ്ങനെയൊക്കെയാണ്. അതെ, ബ്ലേഡ് കൊണ്ടുപോകുന്നതും നല്ലതാണ്. സേഫ്റ്റി കത്രികയാണ്. പിന്നെ നമ്മുടെ സേഫ്റ്റി പിൻ, സൂചി അതിനും അടിയാ. സൂചി പിൻ തീർന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് ഓവറായിട്ട് കുറച്ച് കൂടുതൽ പിടിക്കണതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എപ്പോഴാണ് എന്ത് അത്യാവശ്യം വരാന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണ് എവിടെ വെച്ചാണ്. അപ്പൊ അത് നമ്മള് ശരിക്കും നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് കുറച്ച് ഇങ്ങനെ ഒരു ബോക്സിലാക്കി കഴിഞ്ഞാൽ അത് പുറത്തു പോവില്ല, സേഫ് ആയിട്ടിരിക്കും. അപ്പൊ ആദ്യം നമ്മള് ആ ഒരു പെട്ടി വെച്ചു. ഇനി അടുത്തത് നമ്മളുടെ പ്രധാനപ്പെട്ട ഇതാണ്. ഇപ്പൊ ഞങ്ങൾ മറന്നതാണ് വലിയൊരു പ്രോഗ്രാമിന് ഓർണമെന്റ്സ്. അതെ, ഞങ്ങള് ഒന്ന് കാണിച്ചെടുക്കണം ഫുള്ള്. വള, കുഞ്ചലം, മുടിവാറ് നമ്മൾ ഒതുക്കി വെക്കും കേട്ടോ. കമ്മൽ, ഇത് ചുട്ടി, അതെ, കമ്മലും മാട്ടി ചുട്ടിയൊക്കെ. ഇതിപ്പോ അതിലിട്ടേനെ പല്ലക്ക്, മൂക്കുത്തി എല്ലാം ഇതില്. ഞങ്ങളൊക്കെ നല്ല പിള്ളേരായതുകൊണ്ട് എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കുന്ന കുട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെല്ലാം സേഫ് ആണ്. ഒന്നും തന്നെ പുറത്തേക്ക് അങ്ങനെ വലിച്ചെറിയുന്ന കൂട്ടത്തിലല്ല അല്ലേ. അതെ, നല്ല ഒതുക്കലാണ് എപ്പോഴും. നല്ല ഒതുക്കലാണ്. അതെ, ഈ മുടിവാർക്ക് ഇങ്ങനെ പിന്നി തന്നെ ഇടാട്ടോ. പിന്നെ ചെട പിടിക്കില്ല അങ്ങനെ അധികം. അപ്പൊ നമ്മള് അതും ഒരു പെട്ടിയിലാക്കിയിട്ടാണ് ഈ വലിയ പെട്ടിയിലേക്ക് വെക്കുന്നത്. എന്താണ് നമ്മൾ ബോക്സിലാക്കണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ എളുപ്പം, തെറ്റില്ല, അതെ, എളുപ്പമായിരിക്കും. എന്റെ ബോക്സ് കൺഫ്യൂഷൻ ആവില്ല. നമ്മള് അങ്ങനെയൊക്കെ പറയുന്ന കുറെ ആൾക്കാരെ എനിക്കറിയാം. അത് ഞാൻ വെച്ചതാ ബോക്സ്. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഓർണമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവുക. അതേമാതിരി ഒരു ബോക്സിൽ വെക്കുക. അപ്പൊ നമുക്ക് തെറ്റില്ല, അപ്പൊ നമുക്ക് തല്ലൂടേണ്ടി വരില്ല. അപ്പൊ അതും നമ്മൾ വെച്ചു. അതെ, ഇനി അടുത്തത് നമ്മളൊരു ചെറിയൊരു ബോക്സ് ആണ്. അതിലെന്തൊക്കെയാണ് ഡാൻസ് സിസ്റ്റം? ഇതിൽ നമുക്ക് വെറ്റ് വൈപ്സ്, ടിഷ്യൂ, 2 ടിഷ്യൂ ഉണ്ട്, ഓയിൽ. ഇത് പറഞ്ഞു, ഇത് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മള് ഒരു ദിവസത്തെ പ്രോഗ്രാമാണ്, നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ടാണ് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാറ്. പക്ഷെ ഇത് കുറച്ച് ദൂരെയാണ്, ലോങ് ആണ്, നമുക്ക് തിരിച്ചു വരേണ്ടത്. അതുകൊണ്ടാണ് ഇത് കൂടുതലും കൊണ്ടുപോകുന്നത് കേട്ടോ. ആദ്യം നമ്മൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ എല്ലാവരും ഇപ്പോൾ പുതിയ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഒരു വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ്. വെളിച്ചെണ്ണ യൂസ് ചെയ്ത് മൊത്തത്തിലൊന്ന് തേച്ചതിന് ശേഷം കളഞ്ഞ് പിന്നെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫേസ് വാഷസ് ഒക്കെ യൂസ് ചെയ്ത് നല്ലതാണ്. നമ്മളെ ഫേസ് സെറ്റ് ആക്കി വെക്കണം, അതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് ആ ബോക്സ് നമ്മൾ വെച്ചു കേട്ടോ. ഇനി ഞങ്ങള് ബേസിക്കലി ഞങ്ങളൊരു മോഹിനിയാട്ടം ഡാൻസേഴ്സ് ആണ്. ഞങ്ങൾ BA-യും MA ഒക്കെ ചെയ്തത് ഫുള്ള് മോഹിനിയാട്ടത്തിലാണ്. മോഹിനിയാട്ടം RLV കോളേജില് ഞങ്ങൾ മോഹിനിയാട്ടമാണ് നാളെ പെർഫോം ചെയ്യാൻ പോകുന്നത് കൊണ്ട് അടിപ്പാവാട വെക്കണം. മോഹിനിയാട്ടത്തിന് നമ്മള് ഡ്രസ്സ് ഒരു കാലിന്റെ മുക്കാ ഭാഗമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അടിപ്പാവാട അതിലും കുറച്ചുകൊണ്ട് കയറ്റിയിട്ട് അല്ലെ, മുട്ടിന്റെ താഴയിൽ നിൽക്കുന്ന പോലെ അടിപ്പാവാട നല്ല ഞുറി ഇട്ട് തുന്നണം. അങ്ങനെ അടിപ്പാവാട നമ്മൾ വൈറ്റ് ഷോർട്സ് വേണം. ഇത് എല്ലാ ഡാൻസേഴ്സിന്റെ കയ്യിലും, മോഹിനിയാട്ടം ഡാൻസേഴ്സിന്റെ കയ്യിൽ പ്രത്യേകം വേണം. എല്ലാവർക്കും അറിയായിരിക്കും,
പക്ഷെ നമ്മളൊന്ന് പരിചയപ്പെടുത്താണ്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ആവണല്ലോ. പിന്നെ ഒരു അതെ, ഈ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ യൂസ് ചെയ്യാനായിട്ട് ടർക്കി. വീട്ട് കയറി ഇരുന്നിട്ട് ചിലങ്ക കാണുന്നില്ല. അപ്പൊ നമ്മള് ഡാൻസുമായി പറയാ, അത് കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയൊക്കെ നമ്മൾ എടുത്തു വെച്ചാല് എന്താ ചിലങ്ക മറക്കുന്ന കുറേ ഫ്രണ്ട്സിനെ എനിക്കറിയാം. എന്താ പറയാ, എന്നിട്ട് നമുക്ക് ആ ദേഷ്യം വരും, ചിലങ്ക ഓടുന്നില്ല അല്ലെ. എന്നിട്ട് നമ്മള് വേറെ പെർഫോമൻസ് ആണ്, അടുത്തതാണ് വെച്ചെങ്കിൽ ഊരൊക്കെ കൊടുത്തിട്ട് ഇടിപ്പിച്ച് കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഒറ്റക്കാലുമൊക്കെ കെട്ടിട്ട്, അത് പണ്ട് കിട്ടാം. പ്രൊഫഷണൽ ബി എ ഒക്കെ ചെയ്തതിനു ശേഷം ചെയ്തിട്ടില്ല, പണ്ടൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം, അതെ, മസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യില് സ്വന്തമായിട്ട് ഡാൻസേഴ്സിന് മസ്റ്റ് ആയിട്ട് വേണ്ടതാണ് ചിലങ്ക. അത് റെന്റിന് എടുക്കാന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു വിഷമകരമായിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് മേടിക്കാം, മേ ബി. പക്ഷെ ഇപ്പൊ പിന്നെ എല്ലാവരുടെയും ഉണ്ട് ചിലങ്ക, പല സൈസില് പല കളറില് ഒക്കെ ഉണ്ട്. മറക്കാതിരിക്കുക, മറ്റൊരാളെ ചിലങ്ക വാങ്ങുമ്പോൾ അത് റെസ്പോൺസിബിലിറ്റി ഫുള്ള് നമ്മളെ കയ്യിലാണ്. കാരണം ചിലങ്ക എന്ന് പറയുന്നത് നമ്മളൊരു ജീവനാണ്. അതിനെന്തെങ്കിലും പറ്റിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സോറി പറഞ്ഞിട്ട് കാര്യമില്ല. ചിലങ്ക നമ്മള് ചിലങ്ക മസ്റ്റ് ആയിട്ട് എടുത്തു വെക്കുക. ഇത് മധുചേട്ടൻ സർപ്രൈസ് കൊടുത്ത ചിലങ്ക അല്ലേ? അത് വേണ്ട, അത് കട്ട് ചെയ്യാം നമുക്ക്. അതെ, പണിയിപ്പിച്ചതാണ്, പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ചിലങ്കയും വെച്ചു. അപ്പൊ ഇത്രയാണ് നമ്മളെ പിന്നെ ഓർണമെന്റ്സിന്റെ കൂടെയുള്ള ഒരു കാര്യങ്ങൾ കേട്ടോ. മോതിരം, നമ്മളെ കയ്യിൽ ഓൾറെഡി അൾത്തിയിടും. നമ്മളെ കൈ ഓൾറെഡി പ്രൊജക്ട് ചെയ്ത് നിൽക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടി ഒരു ഭംഗി കൂട്ടാൻ യൂസ് ചെയ്യുന്നതാണ് മോതിരം. റിംഗ് 5 വിരലൊന്നും ഇടാതിരിക്കുക, ഒരു 2 3 മൂന്നൊന്നും വേണ്ട അല്ലേ, 2 എണ്ണം. ഓൾറെഡി 2 എണ്ണം ഒരു കയ്യിൽ 2 എണ്ണം ആവുമ്പോ നല്ല ഭംഗി ഉണ്ടാവും. കൈ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുദ്രയൊക്കെ പിടിക്കുമ്പോ ഒരു ഭംഗി കിട്ടാൻ നല്ലതാണ്. കയ്യിനൊരു അട്രാക്ഷൻ. നമ്മൾ ഇത്രയൊക്കെ മുഖത്തും കമ്മലും മാലയൊക്കെ ഇട്ടിട്ട് കയ്യിന് മാത്രം എന്തിനും മറക്കണു, കയ്യിനും ഒരു ഓർണമെന്റ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്തായാലും സ്റ്റേ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് എങ്കിൽ കൊണ്ടുപോകേണ്ടതാണ് സാധനങ്ങളാണ്. എക്സ്ട്രാ ഒരു ഡ്രസ്, നോർമൽ നിങ്ങൾ ഇഷ്ടത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്. പിന്നെ മസ്റ്റ് ആയിട്ട് ബാക്ക് ഓപ്പൺ, ഫ്രണ്ട് ഓപ്പൺ അങ്ങനത്തെ കോസ്റ്റ്യൂം വെക്കുക. മേക്കപ്പിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ബാക്ക് ഓപ്പൺ അല്ലെങ്കിൽ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ ഈ കഴുത്ത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കണം. അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ഊരുമ്പോ മേക്കപ്പ് ആ വഴി പിന്നെ എക്സ്ട്രാ കുറെ നേരം എക്സ്ട്രാ പറയുന്നത് ആ ഷോൾ, 2 ഷോൾ എന്തിനാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കും. ആ ഷോൾ ഒരെണ്ണം നമ്മള് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേത്ത് കോസ്റ്റ്യൂമിന്റെ മുകളിലൊന്നും ആവാണ്ടിരിക്കാൻ. രണ്ടാമത്തെ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിന്റെ അടുത്ത് കുറച്ച് ദൂരമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പതിച്ചു പോവാനായിട്ട്. ഈ മേക്കപ്പ് ചെയ്യുമ്പോ വെക്കുന്ന തുണി വെള്ള തുണിയൊന്നും എടുക്കാതിരിക്കുക അല്ലേ. നമ്മൾ കൊറേ പേരെ കണ്ടിട്ടുണ്ടല്ലേ, നല്ല വൈറ്റ് തുണി പുതിയതൊക്കെ കൊണ്ടുവരും. അതുമ്പോ മേക്കപ്പ് ആരായിരുന്നു ചൈത്രക്ക് പിള്ളേര് പിന്നെ അറിയാഞ്ഞിട്ടായിരിക്കും ഫസ്റ്റ് യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് അങ്ങനെ പിള്ളേര് ചെയ്യാറുണ്ട്. ഭയങ്കര കോമഡി. അത് നല്ല വെള്ള ടവൽ ടർക്കിയാണ് കൊണ്ടുവരുന്നത് അല്ലേ. അതിങ്ങനെ ഇട്ട് ഫുള്ള് മേക്കപ്പ് അതുമ്പോ. അപ്പൊ വീട്ടിലേറ്റവും പൊട്ട തുണി തന്നെ എടുക്കണം. നല്ലതായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, ബ്രഷ് മസ്റ്റ് ആണ്. നമ്മൾ എപ്പോഴും മറക്കണം. സംഗീത മിസ്സിന് പഠിക്കല്ലേ, മസ്റ്റ് ആണ് അത്. ഇത്രയൊക്കെ ഉള്ളൂ ഡാൻസേഴ്സിന്റെ കാര്യം. ഇതിനും കൂടുതൽ യൂസ് ചെയ്യണവരുണ്ടാവും, അറിയില്ല, അറിയാം. ഞങ്ങൾ ഇത്രയാണ് കൊണ്ടുപോകാറുള്ളൂ. അതെ, ഞങ്ങൾ ഇത്രയാണ് കൊണ്ടുപോകാറുള്ളൂ. പിന്നെ നമുക്ക് അവിടെ ഓൾറെഡി റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. പിന്നെ മസ്റ്റ് ആയിട്ട് ഇത് മറന്നുപോയി, ചാർജർ. ഇത് ഞാൻ നട്ടുവാങ്കത്തിന്റെ കവറിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്, കവർ ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ചാർജർ നമ്മൾ കൊണ്ടുപോകണം. അത്രയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഓൾറെഡി നമ്മളോട് ശൈലിയുടെ കാര്യം പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലാമണ്ഡലം ശൈലിയല്ല, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറുടെ ശൈലിയാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മളെ ഹെയർ സ്റ്റൈൽ ഒക്കെ വരുന്നത് സദാ പിന്നിലേക്ക്. ഭരതനാട്യം കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എക്സ്ട്രാ വെക്കുന്നത് ഉച്ചിപ്പൂ. ഇപ്പോഴും ഭരതനാട്യത്തിന് വെക്കണ്ടല്ലോ, പണ്ട് വെച്ചിരുന്നു. ഉച്ചിപ്പൂവില്ല,
ഉച്ചിപ്പൂ അതെ പണ്ട് ഉച്ചിപ്പൂവല്ല വടയാണ് യൂസ് ചെയ്യാറ്, വടയാണ്. ഇപ്പൊ അത് ഉച്ചിപ്പൂവായി. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ മുടിവാറും ഇത്രയും. അതെ, ഇത് കാണുന്ന ചില ഡാൻസേഴ്സിനൊക്കെ തോന്നുന്നത് എന്തിനാ ഇത്ര വലിയ. കലാമണ്ഡലം ശൈലിയിൽ എപ്പോഴും കൊണ്ടകെട്ടിലാണ് യൂസ് ചെയ്യുന്നത്. സോപാനം ശൈലിയിലൊക്കെ വരുമ്പോഴും ഇവിടെ ഫ്രണ്ടിക്കും മാതിരിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങള് യൂസ് ചെയ്യുന്നത് ഹെയർ സ്റ്റൈല് നാഗലംബം. യെസ്, നാഗലംബം എന്നാണ് അതിന്റെ പേര്. 2 ഹെയർ സ്റ്റൈലുണ്ട് ഞങ്ങൾക്ക്, പക്ഷെ കൂടുതലും യൂസ് ചെയ്യുന്നത് നാഗലംബമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ എക്സ്ട്രാ വന്നത് ഒരു മോഹിനിയാട്ടം ഡാൻസ് ആയതുകൊണ്ട്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ മാലകള് നമ്മള് റെന്റിനാണ് എടുത്തത്. നമ്മളതിൽ ഓൾറെഡി മാലയുണ്ട്, പക്ഷെ അത് നമ്മള് ഇട്ടിട്ട് അല്ല കുറെ പ്രോഗ്രാമിന് ഇട്ടിട്ട് അത് നമ്മളെ ഫോട്ടോസിൽ എപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. വെറൈറ്റി ഓർണമെന്റ്സ് സ്വന്തമായി മേടിക്കുന്ന കുറച്ചതൊക്കെ കാണിച്ചതൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ചതാണ്. അല്ല, പിന്നെ നമ്മളുടെ ഓർണമെന്റ്സും ഇതുപോലെ എല്ലായിടത്തും കിട്ടില്ല. ഗോൾഡൻ കളറാണ്, ഗോൾഡൻ കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെ, റൂബി സെറ്റ് അല്ല. മറ്റേ പിന്നെന്താണ് ടെമ്പിൾ സെറ്റും അല്ല യൂസ് ചെയ്യുന്നത്. നമ്മള് കേരളീയ രീതിയിൽ തന്നെ ഫുൾ ഗോൾഡൻ ആണ് യൂസ് ചെയ്യാറ്. നമ്മളിപ്പോ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, അനീഷപ്രിയ ദിനേശ് ഡാൻസ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. ഞങ്ങള് ഫോട്ടോ ഇവിടെ താഴെ കാണിക്കാം. അതന്നെ, നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ മനസ്സിലാവും. അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറെ പോരായ്മകൾ ഉണ്ടാവും. ഞങ്ങളങ്ങനെ വ്ളോഗേഴ്സ് ഒന്നും അല്ല. യൂട്യൂബ് ഇൻസ്റ്റയിൽ കുറച്ച് ഡാൻസിന്റെ വീഡിയോസ് ഇഷ്ടം, ഡാൻസിന്റെ വീഡിയോസ് ഇടും ഒക്കെ ഫുള്ള് ഇഷ്ടങ്ങളാണ്. ഷെട്ടി എനിക്ക് എന്നെ ഷെട്ടിമോൾ എന്നാണ് വിളിക്കാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി കുറെ നാളായി ഈ ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിലിടുന്ന വീഡിയോ തന്നെയാണ് യൂട്യൂബിൽ ഇടാറ്. പക്ഷെ എനിക്ക് നല്ല ഒരു പേടിയാണ്, എന്നെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യോ, എന്ത് കണ്ടന്റ് ചെയ്യും, അതെ എന്ത് കണ്ടന്റ് ചെയ്യും, അതൊക്കെ എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷെ ഇപ്പം ഒരാൾ കൂടെ ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു ഇത് തോട്ട് വന്നപ്പോൾ നമ്മൾ നേരെ എടുക്കാണ്. അതുകൊണ്ട് എടുത്തപ്പോ നമ്മൾ നേരെ എടുക്കാണ്. ഇത് കൂടുതൽ റോ ആയിരിക്കും, ഞാൻ ഭയങ്കരമായിട്ട് എഡിറ്റ് ചെയ്യലൊക്കെ കുറവായിരിക്കും. 2 പേർക്കും ഫ്ലോർ ഉണ്ട് കേട്ടോ. നമ്മള് രണ്ടുപേരും തൃശ്ശൂരുകാരാണ്. എൻ്റെ ഡാൻസ് ക്ലാസ്സിന്റെ എൻ്റെ ഹസ്ബൻഡിന്റെ ക്ലാസ് ആണ്, ഫുഡ് ലൈറ്റ്സ് ഡാൻസ് ക്ലാസ് ആണ്. കപ്പിൾസ് ആണ്. അതെ, മധുചേട്ടൻ വെസ്റ്റേൺ സ്റ്റൈലാണ്, കൊറിയോഗ്രാഫറാണ്. അമൃത ടിവിയിലെ ലെറ്റ്സ് ഡാൻസിലെ വിന്നർ ആയിരുന്നു. ഏത് സീസണാണ്? സീസൺ 2 വിന്നറാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് എൻ്റെ അടുത്തിരിക്കുന്നത്. അതെ, അപ്പൊ 2 ക്ലാസ് ആണ്. ഫുഡ് ലൈറ്റ്സ് ഡാൻസ് പ്രൊഡക്ഷൻ, അയ്യന്തോൾ. സ്ഥലങ്ങൾ പറഞ്ഞോണ്ട് അതാ പറഞ്ഞ 3 ഫ്ലോർ ഉണ്ട് നമുക്ക്. അയ്യന്തോള്, പൊങ്ങണേങ്കാട്, കൊട്ടേക്കാട്. ഇപ്പൊ ഒരെണ്ണം തളിക്കുളത്ത്. അതെ, തളിക്കുളം, തൃശ്ശൂർ തളിക്കുളം. സ്നേഹദിനം വെച്ചൊക്കെ ചില കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് പുഷ്പാഞ്ജലി നൃത്താലയ. പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ടീച്ചറുടെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണമൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. ഈ വീഡിയോ ഞാൻ ഇടുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. രാത്രി നമ്മള് ചെയ്യുന്ന പ്രൊഫഷണലി മോഹിനിയാട്ടം ഇതിൽ ചെയ്യുന്ന ആദ്യത്തെ പ്രോഗ്രാമാണ് RLV പഠിച്ചിറങ്ങിയിട്ട്. പ്രോഗ്രാം വരുന്നത്, പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പ്രാണ. അതിന്റെ ആദ്യം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവര് 2ാമത്തെ ഇയർ അവര് സ്റ്റാർട്ട് നല്ല രീതിയിൽ തന്നെ നടത്താണ്. അതിന്റെ ഫൗണ്ടറുടെ പേരാണ് മണിമേഖല, ശ്രീമതി മണിമേഖല മാസ് വഴിയാണ് ഞങ്ങളത് അറിഞ്ഞത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. നമ്മളപ്പ തന്നെ അയച്ചു. എന്തായാലും ഇനി കുറച്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളിലൊക്കെ എല്ലാം വരുമായിരിക്കാം. ഓൾറെഡി മാരീഡ് ആണ് ഞാൻ, ചിലപ്പോൾ കല്യാണം കഴിക്കുമായിരിക്കാം, അങ്ങനെയൊക്കെ അല്ലേ. അതുകൊണ്ട് അതിന് മുന്നേ നമ്മള് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ കണ്ണൂർ വെച്ചിട്ടാണ് പ്രോഗ്രാം വരുന്നത്. ജഗന്നാഥൻ ടെമ്പിളിൽ വെച്ചിട്ട് നമുക്ക് ഓക്കെ. അപ്പോൾ ലെറ്റ്സ് വൈൻഡ് അപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്.
പറയ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്. അതെ ബൈ.